ലോങ് ടൈം വിസ അടിച്ച് തന്നതായിരുന്നു. പിന്നെ എല്ലാ ലോങ് ടൈം വിസ അടിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് കിട്ടേണ്ടിയാണ്, അത് കിട്ടിയിട്ടില്ല. കള്ള കാക്കയ്ക്ക് ലോങ് ടേം വിസയും ഇല്ല, ഒരു കോപ്പും ഇല്ല. പക്ഷേ വോട്ടർ ഐ ഡി ഉണ്ടാവും, വോട്ടർ ലിസ്റ്റിൽ പേരും ഉണ്ടാവും. ജോലിക്ക് പോയതായിരുന്നു അവിടെ. ജോലി ഇങ്ങനെ പോയതും അവിടെ എത്തിപ്പെട്ട് അങ്ങനത്തെ സ്ഥലത്ത് എത്തിപ്പെട്ട് പോയി എന്ത് ചെയ്യാൻ. നമുക്കൊക്കെ അറിയാം പെഹൽഗാമിലെ ആ ഒരു വിഷയം. അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പൗരത്വമുള്ള ആളുകളോട് നമ്മുടെ രാജ്യം വിടാൻ ഒരു നോട്ടീസ് നമ്മുടെ ഗവൺമെൻറ് അവരുടെ അടുക്കലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ചില ആളുകൾക്ക് ആ നോട്ടീസ് വന്നു. ഒരുപാട് ആളുകൾ ആ പ്രിയപ്പെട്ട സഹോദരനെ കള്ളക്കാക്ക, അദ്ദേഹം ഉഡായിപ്പാണ്, അദ്ദേഹത്തിന് ഇന്ത്യയുടെ പൗരത്വം സ്വീകരിച്ചൂടെ, ഇങ്ങനെ പലതും അദ്ദേഹത്തെക്കുറിച്ച് വേണ്ടാത്തരങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം ഇന്ത്യ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ജനിച്ചു വളർന്ന നാട് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ രാജ്യമാണ്. ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹം. അദ്ദേഹം പലവട്ടം പറഞ്ഞതാണ്. ആളുകൾ പലപ്പോഴും അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇന്ത്യയുടെ പൗരത്വം സ്വീകരിച്ചൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അതിനുള്ള എല്ലാ പേപ്പറുകളും റെഡിയാക്കി കൊടുത്തതാണ്. പക്ഷേ അത് നമ്മുടെ ഗവൺമെൻറ് ശരിയാക്കി കൊടുത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിനെ കുറ്റം പറയുക?